ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എനിക്ക് അത്യാവശ്യമായിട്ട് നീലിനെ ഒന്ന് കാണണം, പ്ലീസ്. വേദ, എനിക്ക് നിന്നെ കാണുന്നത് എന്നെ അറപ്പാ. എന്റെ അമ്മയെ കൊന്ന പിശാചാ നീ. ഈ ലോകത്ത് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാ. നീൽ എന്നെ വെറുത്തോളൂ, ഞാനത് അർഹിക്കുന്നുണ്ട്, എനിക്കതറിയാം. പക്ഷേ എനിക്ക് നീലിനോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. പ്ലീസ് നീൽ, ഒരിക്കൽ മാത്രം, പ്ലീസ്. നോ, ഞാൻ ഈ ജീവിതത്തിൽ ഒരിക്കലും നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നീൽ, പ്ലീസ് നീൽ. ഒരിക്കൽ നീലിനെ ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു. നീൽ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതിനെല്ലാം കൂടി നീ എനിക്ക് തിരിച്ചു തന്നു. എന്റെ ജീവന്റെ ജീവനായ അമ്മയാ നീ കൊന്നത്. അതിന് നിന്നോട് ക്ഷമിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല. ഇനി മേലിൽ നീ എന്നെ വിളിക്കരുത്. ഏട്ടാ, ആരായിരുന്നു ഫോണില്? വേദയാണോ? അതെ, ഉറക്കത്തിൽ തന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് പോകുന്നത്. ഏട്ടന് ആ ഫോൺ എടുക്കാതിരിക്കായിരുന്നു. അതെങ്ങനെയാ? പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് തുടർച്ചയായി മാറി മാറി വിളിച്ചപ്പോഴാ ഞാൻ എടുത്തത്. ആ ഏറാടി വൈദ്യരില്ലേ, അയാള് ശരിയായ വൈദ്യനില്ല എന്നും പറഞ്ഞ് ഒരു സ്ത്രീ എന്നെ നേരത്തെ ഫോണിൽ വിളിച്ച കാര്യം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതെ, പക്ഷേ അയാള് ശരിക്കും വൈദ്യര് തന്നെയല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങോട്ട് മരുന്നും കൊണ്ടുവന്നത്. അതല്ല പ്രശ്നം. ഇന്ന് ആ സ്ത്രീയുടെ ഫോൺ കോള് എനിക്ക് വീണ്ടും വന്നു. അവരെന്താ അച്ഛനോട് പറഞ്ഞത്? ആ വൈദ്യനെ വിശ്വസിക്കരുതെന്നാ പറഞ്ഞത്. മരുന്നും കൊണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോ ഇങ്ങനൊരു ഫോൺ കോളിന്റെ കാര്യം അച്ഛൻ അദ്ദേഹത്തോട് പറയായിരുന്നില്ലേ? അയാൾ വന്നുപോയതിനു ശേഷമാണ് ആ സ്ത്രീ എന്നെ വിളിച്ചത്. എന്തോ എവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. അച്ഛാ, എന്തായാലും സ്വാതിക്ക് അദ്ദേഹത്തിൽ വലിയ വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ട് തന്നെയാ അവൾ ആ മരുന്ന് കഴിക്കുന്നത്. അല്ല, അച്ഛനെ വിളിച്ച ആ നമ്പർ ഒന്ന് കാണട്ടെ. ഈ നമ്പറിൽ നിന്നാ കോള് വന്നേ. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആരാണ് വിളിച്ച സ്ത്രീ എന്നൊന്നും അറിയണമല്ലോ. അച്ഛാ, ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അച്ഛാ, എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഏഷ്യണിക്കാരായിരിക്കുമെന്നാ. ഇതുപോലുള്ള നല്ല ആളുകൾക്ക് ശത്രുക്കളും കാണുമല്ലോ. അച്ഛന്റെ മനസ്സിൽ വേറെ എന്തോ ഒന്നുണ്ടല്ലോ. എന്താ അച്ഛാ അത്? ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതേടാ, നിനക്ക് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ല. ഒന്നുമില്ലാന്ന്. സ്വാതി, വേഗം വാ, വേഗം വരാൻ, വേഗം വേഗം പോ.
എന്തു പറ്റി ഇന്നെത്ര നേരത്തെ എഴുന്നേക്കാൻ? ഈനാ ബേച്ചി എവിടെ? അപ്പൊ ഞാനാരാ? മരപ്പട്ടിയോ? ദേ സ്വാതി, നേരം വെളുക്കുമ്പോ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിനക്ക് ഉപമിക്കാൻ വേറൊന്നും കിട്ടിയില്ലേ? എടി, ഓരോ ശത്രുവിനോടും അവരർഹിക്കുന്ന യുദ്ധമുറകളെ പാടുള്ളൂന്നാ പഴമക്കാര് പറയുന്നത്. അതായത് ഈ കൊതുകിനെ ആരെങ്കിലും തോക്കുകൊണ്ട് വെടിവെച്ച് കൊല്ലാറുണ്ടോ? നമ്മുടെ ദേഹത്ത് വന്നിരുന്ന് ചുമ്മാ കുത്തി ശല്യം ചെയ്യുമ്പോ കൈകൊണ്ട് ദേ ഇങ്ങനൊരൊറ്റ അടി, എന്നിട്ട് ദേ ഉരുട്ടിയെടുത്ത് ഞെരടി പൊട്ടിച്ച് ഇങ്ങനെ കളയും. നിനക്കൊക്കെ എന്റെ ഈ ഉപമ തന്നെ ധാരാളം. ചായ കുടിക്ക്. നിക്ക. നിന്നെ ഏട്ടൻ അന്വേഷിക്കുന്നുണ്ട് അവിടെ. എന്തിന്? അതെനിക്കറിയില്ല, നീ തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് നിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമല്ലേ? പ്രധാനപ്പെട്ട ദിവസം? നിനക്കെന്താ ബുദ്ധി പോയോ? ഇന്നത്തെ ദിവസത്തിനെ എന്നെ സംബന്ധിച്ച് ഒരു പ്രാധാന്യമില്ല. അതെ, നീ ഓർക്കാഞ്ഞിട്ട. മറക്കുന്നതാണല്ലോ ഇഷ്ടം. ഞാൻ അങ്ങനെ ഒന്നും മറന്നിട്ടില്ല. ദേ സ്വാതി, രാവിലെ തന്നെ നീലിനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിക്കാനാണ് ഭാവമെങ്കിലേ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നിന്നെ ചീത്ത പറയിപ്പിക്കാനുള്ള ഒരു കാര്യവും ഞാനായിട്ട് ചെയ്യണ്ടല്ലോ. എല്ലാം നീ തന്നെ ദിവസം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ വേണം? എന്തായാലും നീ ചെല്ല്. അപ്പൊ ഏട്ടൻ തന്നെ പറയും കാര്യം എന്താണെന്ന്. നീലേ, എന്നെ അന്വേഷിച്ചു പറഞ്ഞു. അന്വേഷിച്ചു. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ നീൽ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിനക്ക്? അകത്ത് സ്വാതി ഇത് തന്നെ ചോദിച്ചു. ശരിക്കും എന്താ പ്രത്യേകത? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഗൗരി, നിന്റെ ജീവിതത്തിനോട് നീ ഇത്രയ്ക്ക് ഗൗരവം മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നാ നീ ഇപ്പൊ പറഞ്ഞതിനർത്ഥം. അല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം നീ തീർച്ചയായും ഓർത്തേനെ. നീലേ, ദേ കുറ്റപ്പെടുത്തത് കാര്യം എന്താന്ന് വെച്ചാ പറ. രാജീവും അമ്മയും കൂടി നിന്നെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ദിവസം ഇന്ന്. ഒരു മാസം തികയുന്ന ദിവസം തിരിച്ചു ചെല്ലാന്നല്ലേ നീ രാജീവന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്? നീലേ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. കുറച്ചുനാളും കൂടി ഇവിടെ തന്നെ നിന്നോളാൻ രാജീവേട്ടനും അമ്മയെ സമ്മതിച്ചു. അത് നീലിനോട് പറയാൻ ഞാൻ വിട്ടുപോയി. ഞാനിനി ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതൊന്നും പറ്റില്ല ഗൗരി. നീ ഇന്ന് തന്നെ രാജീവിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോണം. അതിന് അവരെന്നെ വിളിക്കാൻ വന്നില്ലല്ലോ. അവര് ചിലപ്പം വിളിക്കാൻ വരില്ലായിരിക്കും, അത് അവരുടെ മര്യാദ. പക്ഷേ അവര് വന്നില്ലെങ്കിലും നിന്നെ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവിടേണ്ടത് ഒരാങ്ങളെ എന്ന നിലയിൽ എന്റെ കടമയാ. നീലേ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മാസം കൂടി ഇവിടെ നിൽക്കാൻ രാജീവേട്ടന്റെ അമ്മ സമ്മതിച്ചു. അത് അവര് മാത്രം തീരുമാനിച്ചാ പോരല്ലോ, ഞങ്ങളോട് പറയണ്ടേ? ഞങ്ങളും കൂടി അതിന് സമ്മതിക്കണ്ടേ? ഗൗരി ഇങ്ങനെ വാശി പിടിക്കരുത്. നീ ഇന്ന് തന്നെ രാജീവിന്റെ വീട്ടിലേക്ക് പോയേ പറ്റൂ. ഇല്ല, ഞാൻ പോവില്ല. എനിക്കിവിടെ കുറച്ചു നാളും കൂടി നിൽക്കണം. ഗൗരി, നിനക്കിവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം. ഇത് നിന്റെ വീട് തന്നെയാ. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് അവളുടെ വീടെന്ന് പറയുന്നത് ഭർത്താവിന്റെ വീടാ. നീ വേഗം പോയി റെഡിയാവും. ചെല, ഞാനും സ്വാതിയും കൂടെ നിന്നെ അവിടെ കൊണ്ടുപോയി വിടാം. വേണ്ട, എന്നെ ആരും എവിടെയും കൊണ്ട് വിടണ്ട. ഈ വീട്ടിന്ന് തൽക്കാലം ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ പറയരുത് ഗൗരി. സ്വാതിയും നന്ദിനിയൊക്കെ ഈ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് വന്നവരാ. നാളെ അവരും ഇതുപോലൊരു തീരുമാനം എടുത്താ അവരെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ഞങ്ങൾക്ക് കഴിയോ? നിന്നെ ചൂണ്ടിക്കാണിച്ച് അവരെ എതിർത്താൽ എനിക്ക് അവരോട് എന്ത് മറുപടി പറയാൻ പറ്റും ഗൗരി? ഓഹോ, അപ്പോ സ്വാതിയുടെ തലയണ മന്ത്രം ഇതിന്റെ പിന്നിൽ അല്ലേ? പക്ഷേ ആരെന്ത് തലയണ മന്ത്രം ഓതിയാലും ഞാൻ ഇവിടുന്ന് പോവില്ല. നീ വെറുതെ സ്വാതിയെ കുറ്റം പറയല്ലേ ഗൗരി. ആ പാവത്തിന് ഇതൊന്നും അറിയ പോലുമില്ല. അല്ല, നീല് കള്ളം പറയുക. ഈ വീട്ടിന് എന്നെ ഇറക്കി വിടാനുള്ള അവളുടെ ഒടുവിലെ തടവായത്. എന്തൊക്കെ പറഞ്ഞാലും ഉടനെ ഒന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നില്ല. അവന്റെ നിയന്ത്രണം നീ തന്നെ ഏറ്റെടുത്തോ?
പക്ഷേ ഇങ്ങനെ ഒരു പാവമായിട്ട് വളർത്തരുത്. എന്റെ മോനിപ്പോ എന്താ ഒരു കുഴപ്പം? സൗന്ദര്യമില്ലേ, കഴിവില്ലേ, അച്ഛനെ അമ്മയെ അവൻ അനുസരിക്കുന്നില്ലേ? ജോലിക്ക് പോയാലും ഞാൻ പറയുന്ന സമയത്ത് അവൻ തിരിച്ചു വരുന്നില്ലേ? ഇത്രയും യോഗ്യതയുള്ളവരത്തിനെ വേറെ എവിടെ കിട്ടും? നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട് ഒരാണിന്റെ ജീവിതത്തിൽ. അതറിയോ നിനക്ക്? ഓ, അതെന്താണാവോ ആ 2 കാര്യം? ആണത്വവും നട്ടലും. ഞാനോ ഇത് 2 എന്നേ മറന്നുപോയി. അവനെങ്കിലും ഒരു ആണായിട്ട് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് നീ ഇല്ലാതാക്കല്ലേ ഭാനുമതി? മനുഷ്യ, ഞാനിപ്പോ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? കാക്കയ്ക്കും ബരുതിനും കൊടുക്കാതെ എന്റെ കുഞ്ഞിനെ വളർത്തിയതാണോ ഇപ്പൊ നിങ്ങൾ വലിയ കുറ്റമായിട്ട് കാണുന്നത്? ആണോ? ഒരിക്കലുമല്ല. കാക്കയും പൂച്ചയും കണ്ടാൽ നാളെ അവൻ ഭയന്ന് പിന്നോട്ട് മാറിപ്പോകരുത്. ഓ പിന്നെ, അവൻ അത്ര കൊച്ചു കുഞ്ഞല്ലേ കാക്കയും ബരുതിനും കാണുമ്പോ പിന്നോട്ട് മാറാൻ? എടി, നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെ പറയുന്നത്. നാളെ ഒറ്റയ്ക്കൊരു പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടു പോയാൽ കൊത്തിപ്പറിക്കാനും കടിച്ചു കുടയാനും ചുറ്റും 100 ആളുണ്ടാവും. ആ പ്രതിസന്ധികളോട് ഏറ്റുമുട്ടി നിവർന്നു നിൽക്കാനുള്ള കരുത്ത് അവന് വേണ്ടത്. അതിനല്ലേ നമ്മളുള്ളത്. എത്ര കാലം വരെ നമ്മൾ അവന് കൂട്ടു നിൽക്കും? കാലം പോവും, നമ്മളും പോവും. പിന്നെ ജീവിക്കേണ്ടതേ അവൻ ഒറ്റയ്ക്ക. അന്ന് ഇവന്റെ ഒപ്പം ഇവന്റെ കുടുംബം ഉണ്ടാവണം, ഭാര്യയും മക്കളും ഉണ്ടാവണം. അതുകൊണ്ടാ പോയി ഗൗരിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. അതിനും അവരിങ്ങോട്ട് വരുവാണെന്നല്ലേ പറഞ്ഞ? നീ ചെന്നിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞോളാം. ചെല്ല്, വേഗമേ വിളിച്ചോണ്ടാ. ഞാൻ ഒറ്റയ്ക്കോ? അമ്മയും കൂടി വാ. അമ്മ എന്നാ പിന്നെ നീ നിക്ക്, ഞാനിപ്പോ റെഡി ആയിട്ട് വേണ്ട, ഞാനും പോകുന്നില്ല. അവൻ ഒറ്റയ്ക്ക് പോയാൽ മതി. ഭാര്യയെ വിളിക്കാൻ ഭർത്താവ് ഒറ്റയ്ക്ക് മതി, അത് തന്നെ ധാരാളം. ആണോ? എങ്കിലേ ഇനി ജീവിതകാലം മുഴുവൻ ഉറങ്ങേണ്ടേ വരില്ല. ചാകുന്നവരെ അതിന്റെ കാര്യം ആലോചിച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കാം. ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയ്യോ, നെഞ്ചി കുത്തുന്ന കാര്യം പറയല്ലേ ഗൗരി. ആ സ്വത്ത് വെച്ച് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുപോയി. ഇനി അതൊന്നും മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആട്ടെ, എന്തൊക്കെ സ്വപ്നങ്ങളാ കണ്ടത്? നമുക്ക് മാത്രമായിട്ട് കൊട്ടാരം പോലൊരു വലിയ വീട്, മുറ്റത്ത് 2 ലക്ഷറി ഓടി കാറ്, പിന്നെ വീട് നിറയെ ജോലിക്കാര്, അവർക്ക് നടുവിൽ ഞാനും എന്റെ ഗൗരിയും നമ്മുടെ കുട്ടികളും മാത്രം. കൊള്ളാം, എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. ഗൗരി, താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ അറ്റാക്ക് വന്ന് ചാവും. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഞാൻ ഇവിടെ വന്ന് നിന്നാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതിന് ഗൗരിയോട് അവിടെ നിന്നോളാൻ അമ്മ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വന്നത്? ആ ഓണാഘോഷത്തിനിടയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോണ്ടല്ലേ അവര് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നാലും വല്ലാത്ത ചെയ്തായി പോയി. അതൊന്നുമേ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും തിരിച്ചു പോയേ പറ്റൂ. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ഞാനും കൂടി ഗൗരിയോടൊപ്പം അവിടേക്ക് വന്നാലും? അയ്യോ, നിങ്ങൾ മാത്രമല്ല, ചിലപ്പോഴേ നിങ്ങളുടെ അമ്മയും വരേണ്ടി വരും. ആരൊക്കെ വന്നിട്ടായാലും എന്തൊക്കെ ചെയ്തിട്ടായാലും എനിക്ക് ആ സ്വത്ത് കിട്ടിയേ തീരൂ. ഗൗരി, അവരെത്ര നിർബന്ധിച്ചാലും നീ അവിടെ തിരിച്ചു വരാൻ പാടില്ലായിരുന്നു. അതെ, ഞാൻ പോയി അവര് തിരിച്ചു പോകുമ്പോ നിന്നെ കൂടി കൊണ്ടുപോകാൻ പറഞ്ഞാലോ? ചിലപ്പോ അവര് കൊണ്ടുപോയാലോ? മിണ്ടരുത്. ഞാനേ ചാക്ക് കെട്ടുന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്നോണ്ട് നടക്കാൻ. ഗൗരി, നോക്കിക്കോ, ദിവസങ്ങൾക്കുള്ളിലേ ഞാൻ അങ്ങോട്ട് തിരിച്ചു കയറും. അതിനുള്ള പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ദേ, അപ്പൊ എന്റെ കൂടെ കട്ടക്കങ്ങ് നിന്നേക്കണം. ഇല്ലെങ്കിലേ കഴുത്ത് തിരിച്ച് കൊന്നോളെ ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് അമ്മായിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു മരണം ഉണ്ടായി. അതിന്റെ ഷോക്കിൽ നിന്ന് ഞങ്ങൾ ആരും ഇതുവരെ കര കയറിയിട്ടില്ല. പക്ഷേ ഗൗരിയുടെ ചില പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേദനയുണ്ടാക്കി. ഗൗരി മാത്രമല്ല, നന്ദിനിയും അമ്മായിയും അതിനൊപ്പം നിന്നു. ഓണാഘോഷത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവൾ ഇവിടുന്ന് ഒരുങ്ങി കെട്ടി ഇറങ്ങിയപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും. ഞങ്ങളുടെ വീട്ടിലെ അമ്മയുടെ സ്ഥാനത്താ ഇപ്പൊ രാജീവിന്റെ അമ്മ. ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും തരേണ്ട ആളാ. പക്ഷെ എന്നിട്ടും അമ്മ ഗൗരിയുടെ കുട്ടിക്കളിക്കൊപ്പം നിന്നു. അതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. അയ്യോ, എന്റെ പൊന്നു മക്കളെ, സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ.
നീ പറഞ്ഞത് സ്വാധീനമുള്ള ഉദ്ദേശിച്ചാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കണം, ഒരു വീട്ടിലെ ജോലികൾ ആരും പറഞ്ഞു ചെയ്യേണ്ടതല്ല, അത് സ്വയം അറിഞ്ഞു ചെയ്യേണ്ടതാ. സ്വന്തം വീടിനെ സ്നേഹിക്കുന്ന സ്ത്രീകൾ അതാ ചെയ്യേണ്ടത്. ഓഹോ, അപ്പൊ ഞാൻ ഈ വീടിനെ സ്നേഹിക്കുന്നില്ലെന്നാണോ വലിച്ചൻ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. നിനക്ക് സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന രീതി ഒന്ന് മാറ്റണം. അതിന് നീ കുറച്ചു ദിവസം സ്വാധീനമുള്ള കൂടെ കൂടിയാൽ മതി. അവക്കറിയാം ഒരു വീട് എങ്ങനെ നോക്കണം. ഓഹോ, അപ്പൊ ഞാനിനി അവർക്ക് ശിഷ്യപ്പെടണം? എനിക്കതിന്റെ ആവശ്യമില്ല. വല്യച്ഛനല്ലെങ്കിലും ഏട്ടത്തിയോടാ ഇഷ്ടം. ഞാനും ഗൗരിയേച്ചിയൊക്കെ എപ്പോഴും രണ്ടാം തരക്കാരും. ഇത് ശരിയല്ല വല്യച്ഛൻ. ഇവിടെ ആരും രണ്ടാം തരക്കാരല്ല, എല്ലാം ഒന്നാം തരക്കാർ തന്നെയാ. പക്ഷെ ആരും സ്വയം രണ്ടാം തരക്കാരാവാതിരുന്നാ മതി. ഇതാ പിടിക്ക്. എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലെന്ന് വെച്ചാൽ കഷ്ടം തന്നെയാ. എന്നാ പിന്നെ ഒന്നാം തരക്കാരുടെ സ്ഥാനത്ത് നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു ദിവസമായി ഗൗരിയച്ചിയുടെ നാവിൽ നിന്ന് ഈ ചോദ്യം കേൾക്കുന്നു. പക്ഷേ ഇതുവരെ ആരും അതിന് മറുപടി പറഞ്ഞു കേട്ടില്ല. എന്ത് ചോദ്യം? ഗൗരിയച്ചിയുടെ അച്ഛനും അമ്മയും എങ്ങനെയാ മരിച്ചത്? ആരെങ്കിലും കൊന്നതാണോ? നന്ദിനി, അതോ ആത്മഹത്യ ചെയ്താണോ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യാണോ? ഏയ് അല്ലല്ല, അതിനിപ്പോ ഞാൻ പോലീസ് ഒന്നും അല്ലല്ലോ. പക്ഷെ ചിലപ്പോ നാളെ എപ്പോഴെങ്കിലും പോലീസ് വന്ന് ഇതേ ചോദ്യം ചോദിച്ചുകൂടൊന്നും ഇല്ല. അതപ്പോഴല്ലേ, അതിനുള്ള മറുപടി ഞാൻ അവരോട് പറഞ്ഞോളാം. അതെന്താ, ഗൗരിയച്ചിക്ക് അത് അറിയാനുള്ള അവകാശമില്ലേ? അപ്പോ അവരുടെ മരണത്തിന് പിന്നില് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് ഉറപ്പാ. എന്തായാലും ഒരു ദിവസം വല്യച്ഛനത് തുറന്നു പറഞ്ഞേ പറ്റൂ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല. ഉള്ളില് കളങ്കമില്ലാത്തവരാ അങ്ങനെയുള്ളവരെന്ന് എല്ലാവരും പറയും. ആ ദാ കേക്ക് മനുഷ്യ, കേട്ട് പഠിക്ക്. എന്നെ കുറിച്ച് സ്വാതിമോള് പറഞ്ഞത് കേട്ടോ? അയ്യടെ ചക്കര. എന്നാലും നിങ്ങളുടെ വായിന്ന് ഒരു നല്ല വാക്ക് കേൾക്കാൻ ഞാൻ താപസിരിക്കണം. അതിന് നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയൂ. ഇങ്ങനെ ഞാൻ വല്ല വിഷവും കലക്കി കൊടുക്കും. എത്ര നാളായി നമ്മൾ ഒരുമിച്ച് ഇതുപോലൊരു യാത്ര പോയിട്ട്, അല്ലേ ഏട്ടാ? ആ അതെ, പലപ്പോഴും പ്ലാൻ ചെയ്യുന്നല്ലാതെ യാത്ര മാത്രം നടക്കുന്നില്ല. ഇനി അഥവാ നടന്നാലോ, ഗൗരിയും നന്ദിനിയും അതിനിടയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്യും. എന്തായാലും ഇന്നത്തോടെ അവളെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. അവളെ താനങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇതുകൊണ്ടൊന്നും അവളെ ജീവിതം പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല ഏട്ടാ, അവള് ചോദിച്ചതിനുള്ള ഉത്തരം ഏട്ടനറിയോ? എന്ത്? അവളുടെ അച്ഛനും അമ്മയും മരിച്ചത് എങ്ങനെയാണെന്നല്ലേ അവള് ചോദിച്ചത്. സത്യത്തിൽ അവർക്ക് എന്താ സംഭവിച്ചത്? അതൊന്നും എനിക്കറിയില്ല. ഏതോ ആക്സിഡന്റ് ആണെന്ന് മാത്രം അറിയാം. ഏട്ടൻ അവരെ കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ല. അവര് എവിടെ വെച്ചാ മരിച്ചേ? നമ്മുടെ വീട്ടിൽ വെച്ചാണോ? അല്ല, വളരെ ദൂരെ എവിടെയായിരുന്നു എന്ന് മാത്രമേ എനിക്കറിയാവൂ. അതും 10-20 വർഷങ്ങൾക്ക് മുൻപുള്ള കഥയല്ലേ. പല കാര്യങ്ങളും വ്യക്തമായി ഓർക്കാനും കഴിയുന്നില്ല. അപ്പോ ഗൗരിയുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ വീടുമായി ഒരടുപ്പവും ഇല്ലായിരുന്നു എന്നാണോ ഏട്ടൻ പറയുന്നത്? ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അച്ഛന് മാത്രമേ അറിയൂ. കുട്ടിക്കാലത്ത് ചിലപ്പോഴൊക്കെ ഗിരി അച്ഛനോട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്നും അവര് വിഷമിക്കുമെന്ന് കരുതിയിട്ടാവണം അച്ഛൻ അവരോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അന്ന് പറയാതിരുന്നത് ഇപ്പൊ അപകടമായോന്നാ എന്റെ സംശയം. അതെന്താ തനിക്കിപ്പോ അങ്ങനെ തോന്നാൻ? അതിനൊരു കാരണമുണ്ട് ഏട്ടാ. ഒരാളുടെ ഉള്ളിലുള്ള വികാരം മുഴുവൻ അയാളുടെ ശരീരഭാഷയിൽ ഉണ്ടാകും. അതെ, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. ഇന്ന് ഗൗരിയിൽ ഞാനത് കണ്ടു. ഉള്ളിൽ ഒരുപാട് പകയുടെ ചൂട് തിളച്ചു മറിയുന്ന ഒരു വല്ലാത്ത ഭാവം. അവളുടെ ചോദ്യത്തിന്റെ ടോൺ, ഉപയോഗിക്കുന്ന ഭാഷ, അതെല്ലാം സൂചിപ്പിക്കുന്നത് അവളുടെ ഉള്ളിൽ ഒരു ശത്രു രൂപപ്പെട്ട് കഴിഞ്ഞു എന്നാ. അതിൽ നമ്മുടെ ആരുടെയെങ്കിലും മുഖമുണ്ടോന്നാ എന്റെ സംശയം. സ്വാതി, നമുക്ക് ഈ വിഷയം വിടാം.
എന്താടി? ഗൗരിയച്ചി, ഇവിടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്ന ലക്ഷണം കാണുന്ന. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ ഇവിടെ കൊണ്ടുവന്ന് നടന്നള്ളിരിക്കുവല്ലേ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഗൗരിയച്ചി എങ്ങനെയെങ്കിലും ഇവിടെ വന്നേ പറ്റുള്ളൂ. അതെന്താടി ഇത്രയ്ക്ക് വലിയ അത്യാവശ്യം? അവിടെ ആരെങ്കിലും ചത്തോ? ഇതിനേക്കാളും ഭേദം അതായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വിളിക്കുന്നത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അതെ, അടുത്ത ദിവസം നീലയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോ കൂടെ ആനക്കുട്ടിയും കൂടെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കോ? എന്താ ഗൗരിച്ചക്ക് ഇപ്പൊ സമാധാനായില്ലേ? എടി, ഇത് സത്യമാണോ? അല്ല, കള്ളം. ഒന്ന് പോ ഗൗരിച്ചി. എല്ലാം കൂടെ കേട്ടിട്ട് എന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുവോ? ഇനി ആനക്കുട്ടിയും കൂടി എഴുന്നള്ളിച്ച് ഷൂട്ടിങ്ങിന് പോയാ പിന്നെ എല്ലാം പൂർണ്ണമായി. കാര്യങ്ങൾ മൊത്തം നമ്മുടെ കൈവിട്ടു പോകും. ഗൗരിയച്ചയ്ക്ക് പിന്നെ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. ഞാൻ ഈ വീട്ടിലെ അടുക്കളക്കാരിയായിട്ട് ജീവിക്കേണ്ടിയും വരും. നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരേട്ടന്റെ കൂടെ ഷൂട്ടിങ്ങിന് പോകരുത്. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. എന്തെങ്കിലും ഒരു വഴി പറ ഗൗരിജി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവളെ കൂടെ കൊണ്ടുപോകുന്നത് ഒരപശകുനമായിട്ട് നീലിന് തോന്നണം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അവളെ കൊണ്ടുപോകുന്നത് തടയാൻ പറ്റും. നാളെ രാവിലെ സർവ്വ ഐശ്വര്യത്തിന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് ആനക്കുട്ടി. അത് കഴിഞ്ഞ് തിരികെ വന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് ലൊക്കേഷനിലേക്ക് യാത്ര പോകാനാണെന്ന് തോന്നുന്നു. എന്തായാലും ഒക്കെ കൂടി ആലോചിച്ചിട്ട് എന്റെ ഉള്ളിൽ തീ കത്തുക ഗൗരിയച്ചി. തീ, അതെ, തീ കത്തണം. എന്താ പറഞ്ഞ? എടി, തീ കത്തണമെന്ന്. എനിക്ക് ഗൗരിയച്ചി പറഞ്ഞ മനസ്സിലായില്ല. നമുക്ക് തീ കൊണ്ട് തന്നെ ഒരു കളി കളിച്ചാലോ? തീ കൊണ്ട് കളിക്കാനോ? അതെങ്ങനെ? എന്റെ കയ്യില് ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അത് വെച്ച് നമുക്കൊന്ന് കളിച്ചു നോക്കാം. 1 മണിക്കൂർ കഴിയുമ്പോ ആരും കാണാതെ ഞാൻ അവിടെ എത്തും. ഈ രാത്രിയിലോ? അതെ, ഈ രാത്രി തന്നെ. അവള് നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ അതിനു മുൻപേ ആ പദ്ധതി നടപ്പിലാക്കിയേ പറ്റൂ. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിയാൽ നാളെ ക്ഷേത്രത്തിൽ പോയിട്ട് വരുമ്പോ തന്നെ അവൾ ഒരു അപശകുനമായിട്ട് മാറും. നീയേ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഗൗരിച്ച് എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? നീ ഇപ്പൊ സമയം നോക്കിക്കേ. കൃത്യം 1 മണിക്കൂറിനകം ഞാൻ അവിടെ എത്തും. നീ ഫോൺ വെച്ചോ. ഗൗരിച്ച് എന്താ പ്ലാൻ ചെയ്യുന്നത്? എന്താ മോളെ, ആരാ വിളിച്ചത്? അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു സഹായം വേണം. അതിനെന്താ? പറ്റില്ല നമ്മ പറയരുത്. നീ കാര്യം പറ മോളെ. എന്താണെങ്കിലും ഈ അമ്മ നിന്റെ കൂടെ നിക്കില്ലേ? പിന്നെന്താ? അമ്മേ, എനിക്ക് ഈ രാത്രിയില് ആരും അറിയാതെ എന്റെ വീട്ടിലൊന്ന് പോയേ പറ്റും. ഈ രാത്രിയിലോ? നീ ഒറ്റയ്ക്ക്? അമ്മേ, എനിക്കിവിടെ എത്തിയേ പറ്റൂ. ഒരു 2 മണിക്കൂർ സമയം അമ്മ എനിക്ക് തരണം. മോളെ, അച്ഛനോ രാജീവ് നീ എവിടാന്ന് ചോദിച്ചാലോ? അയ്യോ, എനിക്ക് വയ്യ. അമ്മേ, അമ്മ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞൊന്ന് മാനേജ് ചെയ്യും. ദേ, ഇപ്പൊ സമയം 9:30. കൃത്യം 11:30 ആകുമ്പോ ഞാനിവിടെ തിരിച്ചെത്തും. ഉറപ്പ്? അല്ല, അവിടെ ചെന്ന് നീ എന്ത് ചെയ്യാൻ പോവാ? ആ വീടിന് മൊത്തത്തിൽ തീടാനുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ട്. ഇത്രയ്ക്ക് വലിയ അപകടം വരുത്തണോ ഗൗരിജി? വേണോടി.
അവളാ ക്ഷേത്രത്തിനകത്ത് നിർത്തി കത്തിക്കണം. ദേവിയുടെ മുന്നിൽ വെച്ച് തന്നെ അവളൊരു അപശകനുമായിട്ട് നീലിന് തോന്നണം. അതോടെ അവളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവന്ന പദ്ധതി നീലങ്ങ് ഉപേക്ഷിക്കും. കൊള്ളാം, ഇത് കലക്കും, കലക്കി പൊളിക്കും. അമ്പലത്തിൽ പോലുള്ള തുണി തേക്കുവാണോ? അതെ. എന്താ? അല്ല, എനിക്കിതൊന്ന് തേക്കണായിരുന്നു. ഞാൻ തേച്ചു കഴിയട്ടെ, എന്നിട്ട് തേക്കാം. അയ്യോ, ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകിയില്ലേ? ഒരു കാര്യം ചെയ്, എടുത്തു പോയി ഒരുങ്ങിക്കോ, ഡ്രസ് ഞാൻ ചെയ്തു തരാം. നീ എന്താ വിളിച്ചത്? ഏട്ടത്തേന്നോ? ഇടയ്ക്ക് ഈ വിളി നീ മറന്നതായിരുന്നല്ലോ. പിന്നെ എന്താ ഇപ്പൊ ഒരു സ്നേഹം? അങ്ങനെ സ്നേഹം കൂടിയിട്ടൊന്നും അല്ല, എന്നാലും ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, അതുകൊണ്ട് ഞാൻ അയൺ ചെയ്തു തരാന്ന് വെച്ചു. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. എന്തൊരു മറവിയാ. ഗുളിക വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞതാ, ഞാനതങ്ങ് മറന്നുപോയി. എന്നൊരു കാര്യം ചെയ്, എടുത്തി എന്താ അച്ഛന് ഗുളിക എടുത്തു കൊടുക്ക, ഞാൻ ഡ്രസ് അയൺ ചെയ്യാം. പൊക്കോ എടുത്തി, ഞാൻ അയൺ ചെയ്യാം. പൊക്കോ എടുത്തി. അമ്മയ്ക്ക് എന്റെ ഭാവി പ്രവചിക്കാമോ? എനിക്കുണ്ടാവുന്നത് ആൺകുട്ടിയായിരിക്കോ അതോ പെൺകുട്ടിയായിരിക്കോ? ആഗ്രഹം ആൺകുട്ടിക്കാണല്ലേ? ഈ തള്ളത് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത്, വല്ല കൂടോത്രമാണോ? മക്കൾ ഒന്നിലധികം വരും. അത് ജന്മം കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല, കർമ്മബന്ധം കൊണ്ടും ആവാം. പക്ഷേ ശത്രു കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴും ആ ശത്രു സാന്നിധ്യം പിന്നിലുണ്ട്, സൂക്ഷിക്കണം. ഡാനി, എന്തായി? ഞാനിവിടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് മാഡം. പക്ഷേ അവളുടെ കാറിന്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. നല്ല തിരക്കുണ്ട് ഇവിടെ. അവിടുന്നുള്ള യാത്ര അവളുടെ ഒടുക്കത്തെ യാത്രയായിട്ട് മാറണം. ആരുടെ കണ്ണുവെട്ടിച്ചായാലും വന്ന കാര്യം സാധിക്കണം. യെസ് മാഡം. എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വരാവോ? എന്താ കാര്യം? വേദയുടെ കാര്യമാ. വസുമതി പണി പറ്റിച്ചു മോളെ. ഇനി ആ കളി നീ നോക്കിക്കോ. കണ്ടോടി അവൾ നിന്ന് കത്തുന്നത്. നിങ്ങൾ പറയുന്നൊന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞേ? വേദയാണോ? അത് പിന്നെ വേദ തന്നെയാ പറഞ്ഞേ. വേദയെ നിങ്ങൾക്ക് എങ്ങനെ പരിചയം? അയ്യോ മോളെ, തീ തീ! അയ്യോ അയ്യോ, സാരി തീ പിടിച്ചേ! അമ്മേ, ദേവി, രക്ഷിക്കണേ!
രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വാ മോളെ, വേഗം വാ. വാ വാ. പേടിക്കണ്ട മോളെ. ചാടിക്കും. വണ്ടി ഞാൻ തന്നെ ഓടിച്ചോളാം. എടോ, ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോ വണ്ടി ഡ്രൈവ് ചെയ്താ തനിക്ക് ശ്രദ്ധ കിട്ടില്ല. ഇനി അത് മതി എന്തെങ്കിലും അപകടം വരാൻ. അത് സാരമില്ല ഏട്ടാ. ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് ദേവി എന്നെ രക്ഷിച്ചില്ലേ. ഇനി എനിക്ക് ഒരു ആപത്തും വരില്ല. ഇപ്പൊ ഭയന്ന് വണ്ടി ഓടിക്കാതിരുന്ന എന്റെ മനസ്സിൽ ഇനിയും ഭയം കൂടുകയുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് വണ്ടി ഞാൻ തന്നെ ഓടിച്ചോളാന്ന്. എടോ സ്വാതി, ഞാൻ പറഞ്ഞത്. ഏട്ടനൊന്നും പറയണ്ട. ഇവിടെ ഞാനൊന്ന് പതറിയാ എന്റെ മനസാക്ഷിക്ക് മുന്നിൽ ഞാൻ തോറ്റുപോകും. അത് പാടില്ല. എനിക്ക് എന്നോട് തന്നെ ജയിക്കണം. ഗൗരച്ചി, ഇങ്ങനെ ചിരിച്ചാലേ പല അസുഖവും വരും. എങ്ങനെ ചിരിക്കാതിരിക്കൂടി? വാലിന് തീ പിടിച്ചതുപോലെ പാഞ്ഞോടി കുളത്തി ചാടി നനഞ്ഞ കോഴിയെ പോലെ കറുത്ത് കരുവാളിച്ച് അവള് കേറി വന്ന ആ കാഴ്ച ഉണ്ടല്ലോ. ഓ, ഈ ജീവിതത്തില് ഇത്രയും സുന്ദരമായൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആനക്കുട്ടിക്ക് ഇനിയും പിടിയിട്ടിട്ടില്ല. ആ, വെയിലത്ത് നിന്നപ്പോ ബൂം, സാരി ഒരു ഒറ്റ കത്തല്. എങ്ങനെ കത്തി, ആര് കത്തിച്ചു, കാരണം അജ്ഞാതം. ഒരു മോശം സ്ത്രീ ക്ഷേത്രത്തിൽ വന്നത് ഇഷ്ടപ്പെടാതെ ദേവി തന്നെ കത്തിച്ചു. പാവം, അങ്ങനെ വിശ്വസിച്ചോളൂ. വിശ്വസിപ്പിക്കണം, അത് നിന്റെ ജോലിയാ. ഇത് മതി അവളൊരു അപശകുനാണെന്ന് തെളിയിക്കാൻ. നമ്മുടെ വല്ലിച്ചനെ ശകുനങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുള്ള ആളാ. നീ വല്ലിച്ചന് മുന്നിൽ വെച്ച് വേണം ഇത് അവതരിപ്പിക്കാൻ. അത് ഞാൻ ഏറ്റു. എല്ലാവരുടെയും മുന്നില് ഒരു ദുർനിമിത്തത്തിന്റെ സൂചനയായി ഇത് മാറ്റാൻ എനിക്കറിയാം. ഗൗരിച്ച് കണ്ടോ ഇത് ഞാൻ എങ്ങനെ അവതരിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊരു തണുത്ത നാരങ്ങ വെള്ളം കുടിച്ചിട്ട് റിലാക്സ് ചെയ്ത് യാത്ര തുടരാം. വാ. എടോ, താൻ വലിയ ഡ്രൈവറൊക്കെ തന്നെ, സമ്മതിച്ചു. പക്ഷെ ഒന്ന് റോഡ് നോക്കി പതുക്കെ ഓടിക്ക. ഏട്ടാ, വണ്ടി എന്തോ ഒരു കൺട്രോളിൽ നിൽക്കാത്ത പോലെ. സ്വാതി, എടോ എന്തു പറ്റി? ഏട്ടാ, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. കിട്ടുന്നില്ലെന്നോ? താനൊന്ന് ചവിട്ടി നോക്കിയേ. ഏട്ടാ, ഇല്ല ഏട്ടാ, ബ്രേക്ക് കിട്ടുന്നില്ല. ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഏട്ടാ, എനിക്ക് പേടിയാവുന്നു. താൻ ടെൻഷൻ ആവല്ലേ, സൈഡിലേക്ക് ഒതുക്കാൻ നോക്ക്. ഞാനിവിടെ അടുത്തേനുണ്ട് മാഡം. ഞാൻ കണ്ടു ഡാനി. എന്റെ ശത്രുക്കൾ എനിക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ച ഞാൻ കണ്ടു. നീലിനെ സ്വാതിയെയും ശവം കൊണ്ടുപോകുന്ന പോലെയാ കൊണ്ടുപോയത്. സ്വാതി ഇനി തിരിച്ചു വരില്ല മാഡം. ആ ഡാനി, എനിക്കൊരു റീത്ത് വേണം. മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു റീത്ത്. ചത്ത് വെള്ള പുതപ്പിച്ച് കിടത്തുമ്പോ സ്വാതിയുടെ നെഞ്ചിൽ വെക്കാൻ സുന്ദരമായ ഒരു റീത്ത്.